ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ധ്യാനിച്ചു വരുന്നതായ വചനഭാഗമാണത്. ദാവീദ് ആട്ടിടയനായിരുന്നു. അങ്ങനെ ആട്ടിടയനായിരുന്നതായ ദാവീദിനെ ദൈവം വലിയൊരു രാജാവാക്കി. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി അവൻ്റെ മേലുണ്ടായി. ദൈവച്ചത് ശ്രദ്ധിക്കുക. ദാവീദ് ആട്ടിടയനായി ആടുകളെ മേയ്ക്കുന്നതായ സമയത്ത് മറ്റൊരു വശത്ത് ശൗൽ ഇസ്രായേൽ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ഇഷ്ടമുള്ളതുപോലെ താൻ ഭരണം നടത്തുകയാണ്. ശൗൽ ദൈവത്തെ അനുസരിക്കാതെയിരിക്കുകയാണ്. അഹംഭാവം കൊണ്ട്, നിഗളം കൊണ്ട് ദൈവത്തോട് മറുതലിച്ച് തൻ്റെ ഇഷ്ടാനുസരണം ഭരണം നടത്തുന്നതായ സമയത്ത് ദൈവം ഒരു തീരുമാനം അവസാനം എടുക്കുവാനിടയായി. അങ്ങനെ ശൗലിനെ രാജാവാക്കി തിരഞ്ഞെടുത്തതിനെ ഓർത്തുകൊണ്ട് ദൈവം അനുതപിക്കാനിടയായി. സഹോദരാ സഹോദരി, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളെ അവൻ സ്ഥിരപ്പെടുത്തുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്നത് കർത്താവ് നിറവേറ്റിത്തരുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുമ്പോൾ, നമ്മുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമാക്കി തരുമ്പോൾ, സാമ്പത്തികമായ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഉള്ളിൽ നിഗളമാകട്ടെ, അഹംഭാവമാകട്ടെ, അനുസരണക്കേടാകട്ടെ, അശുദ്ധിയാകട്ടെ ഉണ്ടാവുകയാണെങ്കിൽ അതൊരിക്കലും നല്ലതല്ല. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ നേടിയെടുത്തിട്ട് ദൈവത്തെ നമ്മൾ അകറ്റി നിർത്തുകയാണെങ്കിൽ അതിനേക്കാൾ ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതി കാണുകയില്ല. ഈ സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം. പിതാവിനെ വിട്ടകന്ന് മുടിയനായ പുത്രൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അവസാനം അവൻ എന്താണ് നേടിയെടുത്തത് പറയുക. അവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? തൻ്റെ കയ്യിലുണ്ടായിരുന്നത് സകലതും നഷ്ടപ്പെട്ടു. തൻ്റെ സ്നേഹിതർ തൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അവർ അവനെ സന്തോഷിപ്പിക്കുവാനും ഇടയായി. എന്നാൽ അപ്പോഴാണോ ആ മകൻ്റെ കയ്യിലുണ്ടായിരുന്നതായ പണം തീർന്നുപോയത്? അവസാനമായി ഇളയ പുത്രൻ അനാഥനെ പോലെ ആവുകയാണ്. അവൻ വിശന്ന് വലയുവാൻ ഇടയായി. അപ്പൻ കൊടുത്തതായ പണം അവൻ ആവശ്യമാണ്, എന്നാൽ അപ്പനെ അവൻ ആവശ്യമില്ല. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ വേണം, എന്നാൽ ദൈവത്തിനെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വേണം, എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വേണ്ട. നിങ്ങൾ സൂക്ഷിക്കുക. ദൈവം നൽകിയിരിക്കുന്നതായ അനുഗ്രഹത്തെ ആധാരമാക്കിക്കൊണ്ട് അനാവശ്യ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് അവസാനം ആത്മീയതയെ പണയം വയ്ക്കുകയാണ് എങ്കിൽ അതിന് മറുവില കൊടുത്തേ മതിയാകൂ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മുടിയനായ പുത്രന് പിതാവിനെ വിട്ടാകുന്നതുകൊണ്ട് ഒന്നും നേടിയെടുക്കുവാൻ കഴിഞ്ഞില്ല. കഷ്ടതയും നഷ്ടവും അവസാനം കണ്ണുനീരും മാത്രമായിരുന്നു. വിശന്നു വലയുകയാണ് അവൻ ചെയ്തത്. ബൈബിളിൽ കാണുവാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുടിയനായ പുത്രൻ പിന്നീട് പന്നികളെ മേയ്ക്കുന്ന ജോലി ചെയ്യുവാനിടയായി. പന്നികൾ പോലും അവനെ അവിടെ നിന്നും പുറത്താക്കിയപ്പോൾ തൻ്റെ പിതാവിനെ ഓർമ്മ വന്നു. തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വേലക്കാർ പോലും വയറു നിറച്ച് ആഹാരം കഴിക്കുന്നു. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ പണിക്കാർക്ക് പോലും ഒരു കുറവും ഇല്ല. എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ ദുർഗതി വന്നിരിക്കുന്നത്? ഈ സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? വയറു നിറച്ച് ആഹാരം പോലും കഴിക്കുവാൻ കഴിയാത്ത അവസ്ഥ. അവൻ തിരിച്ചറിയുകയാണ് തൻ്റെ അപ്പനെ വിട്ടകുന്നതുകൊണ്ടാണ് ഇന്ന് ഈ അവസ്ഥ വന്നിരിക്കുന്നതെന്ന്. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ള ആളുകളുണ്ടോ? സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചു, ആരോഗ്യസ്ഥിതി വളരെ മോശമായി, കടഭാരങ്ങൾ മാത്രം ബാക്കിയായി, വിശന്ന് വലയുന്നതായ അവസ്ഥയിൽ സ്വന്തം ഭാര്യയെയും മക്കളെയും പോറ്റുവാൻ പോലും കഴിയാത്തതായ അവസ്ഥ, ജോലി ചെയ്യണമെന്ന് വെച്ചാൽ ജോലി കിട്ടാത്തതായ അവസ്ഥ. അങ്ങനെ വിഷമിക്കുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നീ ദൈവത്തെ വിട്ടകന്നിരിക്കുകയാകാം. നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനായി നിന്നെ തന്നെ നീ വിറ്റുകളഞ്ഞിരിക്കാം. അതിൻ്റെ ഫലമായിട്ടായിരിക്കാം യാതൊരു ഗതിയുമില്ലാത്ത അവസ്ഥയിലേക്ക് നീ വീണുപോയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നിനക്ക് നല്ല ദിനങ്ങൾ വരണമെങ്കിൽ, നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ഒരേയൊരു മാർഗമേ ഉള്ളൂ. നിന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് വരുന്നതാണ് എൻ്റെയും നിങ്ങളുടെ മുൻപിലുള്ള ഒരേയൊരു വഴി. നല്ല ദിവസങ്ങൾ ഉണ്ടാകണമെങ്കിലും നല്ല ഭാവി ഉണ്ടാകണമെങ്കിലും അതിന് കർത്താവിൻ്റെ അരികിലേക്ക് വന്നാൽ മാത്രമേ കഴിയൂ. മുടിയനായ പുത്രൻ തിരികെ പിതാവിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ പറഞ്ഞു, അപ്പാ, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യാതൊരുവിധ യോഗ്യതയും ഇല്ല. നിന്റെ വീട്ടിൽ എന്നെ ഒരു വേലക്കാരനായിട്ടെങ്കിലും ഒന്ന് സ്വീകരിച്ചാൽ മതി. ഇങ്ങനെ പിതാവിനോട് പറയുവാൻ ആഗ്രഹിച്ച് പിതാവിൻ്റെ അരികിലേക്ക് തിരികെ വന്നപ്പോൾ ദൂരത്തുനിന്ന് തന്നെ അവൻ്റെ അപ്പൻ അവനെ കണ്ടു. അതിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴാണ് എൻ്റെ മകൻ മടങ്ങി വരുന്നത് എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും ആ പിതാവ് കാത്തിരിക്കുക പതിവായിരുന്നു. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ മകനെ, മകളെ, നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞത് എന്താണ്? അന്ന് മുടിയനായ പുത്രനെ പിതാവിൽ നിന്നും അകറ്റിയത് എന്താണെന്നറിയാമോ? യൗവന മോഹങ്ങൾ.
യൗവനകാലത്തിലെ സ്നേഹബന്ധങ്ങൾ, ഇഷ്ടമുള്ളതുപോലെയുള്ള ജീവിതം, അല്പകാല പാപഭോഗങ്ങൾ, അനാവശ്യമായിട്ടുള്ള ശീലങ്ങൾ അന്ന് തൻ്റെ പിതാവിൽ നിന്ന് തന്നെ അകറ്റിക്കളഞ്ഞു. സ്നേഹിതരാണ് സർവസ്വമെന്ന് ചിന്തിച്ചു. യൗവനപ്രായത്തിൽ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ചു. പ്രിയ മകനെ മകളെ, ദയവിച്ചത് നിങ്ങൾ കേൾക്കുക. നിങ്ങൾ 15-16 വയസ്സിലെത്തിയവരാണെങ്കിൽ ഈ 15 വയസ്സിനും അതുപോലെ 25 വയസ്സിനും ഇടയിൽ അത് വളരെ പ്രാധാന്യം നിറഞ്ഞതായ ജീവിതമാണ്. ഈ 10 സംവത്സരങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ജീവിച്ചാൽ ബാക്കിയുള്ള 80 വർഷങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കാണുവാൻ കഴിയും. ഈ 10 വർഷങ്ങൾ നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട്, വിദ്യാഭ്യാസത്തെ മറന്നുകൊണ്ട് ഇഷ്ടമുള്ളതുപോലെയൊക്കെ നടക്കുകയാണെങ്കിൽ, അതുപോലെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് അനാവശ്യ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 80 വർഷം, ബാക്കിയുള്ള 80 വർഷങ്ങൾ ദുഃഖിക്കേണ്ടി വരും. പ്രധാനമായിട്ടും 16, 17, 18, 19, 20, 21 ഈ വർഷങ്ങൾ അത്രയും വളരെ വിലയേറിയ വർഷങ്ങളാണ്. അതുപോലെ തന്നെ അപകടം നിറഞ്ഞതായ വർഷങ്ങളുമാകുന്നു. ഈ 6 വർഷങ്ങളിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം നശിച്ചു പോയേക്കാം. അല്ലെങ്കിൽ ഈ 6 വർഷങ്ങൾ സൂക്ഷിച്ച് നിങ്ങളുടെ ജീവിതം ജീവിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള 80 വർഷങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി ജീവിക്കാനും കഴിയും. അതുകൊണ്ട് പ്രിയ മകനെ മകളെ, യൗവനപ്രായത്തെ നിങ്ങൾ നശിപ്പിക്കരുത്. യൗവന മോഹങ്ങളിൽപ്പെട്ട് നിങ്ങളുടെ പഠനത്തെയും ജീവിതത്തെയും നശിപ്പിച്ച് കളയരുത് എന്ന്. അതുപോലെ അനാവശ്യമായ സ്നേഹിതർക്കും സ്നേഹബന്ധങ്ങൾക്കുമൊക്കെ അനാവശ്യമായ ബന്ധങ്ങളിൽ പോയി ചാടരുത്. നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കരുതെന്ന് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. യൗവനപ്രായത്തിലെ മോഹങ്ങൾക്ക്, അല്പകാല പാപഭോഗങ്ങൾക്ക്, സ്നേഹിതർക്ക് തന്നെ വിറ്റുകളഞ്ഞതായ മുടിയനായ പുത്രൻ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. എല്ലാം നഷ്ടപ്പെടുത്തുവാനിടയായി. അവസാനം അപ്പനാണ് സഹായമായത്. അവൻ തിരിച്ചു വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ്റെ അപ്പൻ എന്താണ് ചെയ്തത്? അവന് ഓടി വന്ന് തൻ്റെ വീട്ടിലേക്ക് വന്ന തൻ്റെ മകനെ ആലിംഗനം ചെയ്തു. അവൻ്റെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് വീട്ടിലേക്ക് വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് കുളിക്കുവാൻ പറഞ്ഞിട്ട് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അവൻ്റെ കയ്യിൽ മോതിരമണിയിപ്പിച്ചു. എന്താണ് പറഞ്ഞത്? എൻ്റെ മകൻ മരിച്ചുപോയിരുന്നു, എന്നാൽ അവൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. എൻ്റെ മകൻ വഴിതെറ്റിപ്പോയിരുന്നു, അവനെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇവൻ എൻ്റെ മകൻ മാത്രമല്ല, ഇവൻ രാജകുമാരനാണ്, എൻ്റെ സകലത്തിനും അവകാശിയായ രാജകുമാരനാണെന്ന് പറഞ്ഞ് പിതാവ് തനിക്കുള്ളതായ സകലത്തെയും മകന് കൊടുക്കുകയാണ്. പ്രിയ മകനെ മകളെ, ശ്രദ്ധിക്കുക. നിങ്ങൾ എത്രത്തോളം വഴിതെറ്റിപ്പോയാലും, എത്ര വലിയ പാപത്തിൽ വീണുപോയാലും നിങ്ങളെ സ്നേഹിക്കുകയും കാക്കുകയും ചെയ്യുന്ന ഒരു പിതാവുണ്ട്. നീ തിരിച്ചു വന്നാൽ സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ അനേകർക്ക് മാതൃകയാക്കി മാറ്റുന്ന ഒരു കർത്താവുണ്ട്. അവനാണ് കർത്താവായ യേശുക്രിസ്തു. നീ തിരികെ വരിക. ഏതു ദുശീലത്തിന് നീ അടിമപ്പെട്ടു പോയാലും, ഏതു ദുഷ്ടതയ്ക്ക് അടിമപ്പെട്ട് ബന്ധിക്കപ്പെട്ടു പോയാലും, കർത്താവ് യേശുക്രിസ്തുവിനരികിലേക്ക് നീ മടങ്ങി വന്നാൽ നിനക്ക് നല്ലൊരു ഭാവി അവൻ നൽകി അനുഗ്രഹിക്കും. നിനക്ക് പൊന്നുപോലുള്ള ഭാവി അവൻ തരും. നിന്റെ ഭാവി സുരക്ഷിതമാക്കും. നിന്നെ അനേകം ആളുകൾക്ക് അനുഗ്രഹ വിഷയമാക്കി മാറ്റും. തെറ്റിപ്പോയ മകന്റെ ജീവിതത്തിലും അതുതന്നെയാണല്ലോ സംഭവിച്ചത്. അവൻ തിരികെ വന്നപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും കിട്ടി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ആത്മീയത വിട്ടകന്നു പോയവർ ആരെങ്കിലുമുണ്ടോ? ശരീരത്തെ മലിനമാക്കി ആത്മീയതയെ വിട്ടകന്ന് ജീവിക്കുന്ന ആരെങ്കിലും നമ്മുടെ നടുവിലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എന്താണ് നേടിയത്? ഉള്ള സന്തോഷത്തെ നഷ്ടമാക്കിയില്ലേ? നല്ല ബന്ധങ്ങളെ നീ നഷ്ടമാക്കി അവസാനം നിന്റെ ജീവിതത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. എങ്കിലും കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ ചെയ്യേണ്ടത് ഒന്നു മാത്രമാണ്. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ മതി. ദൈവം നിന്നെ സ്വീകരിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നു. അവൻ നിന്നെ അനുഗ്രഹിക്കുവാൻ മതിയായ ദൈവമാണ്. നീ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇന്ന് തന്നെ തിരികെ വരുമോ? ദൈവം ശൗലിനെ അനുഗ്രഹിച്ചു, അവനെ രാജാവാക്കി മാറ്റി. എന്നാൽ ശൗൽ ദൈവം കൊടുത്ത അനുഗ്രഹത്തെ ആധാരമാക്കിക്കൊണ്ട് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ ആരംഭിച്ചു. ദൈവം അത് കണ്ടു. ശൗലിനെ രാജാവാക്കിയതോർത്ത് അനുതപിച്ചു. പിന്നെ ശമൂവേലിനെ അയക്കുകയാണ്. ഇശായി എന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് അവൻ്റെ മകനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞ് അയച്ചപ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കുക. ഇശായിക്ക് 7 ആൺമക്കളാണ്. ശമൂവേൽ അവിടെ കടന്നു ചെന്നപ്പോൾ ഏറ്റവും മൂത്തവൻ വന്നു. ദൈവം പറഞ്ഞു, ഇവനെ ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. അങ്ങനെ 2-ാമൻ കടന്നു വന്നു. ദൈവം പറഞ്ഞു, ഇവനെയും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. അങ്ങനെ 3-ാമൻ വന്നു, 4-ാമൻ കടന്നു വന്നു, 5-ാമൻ വന്നു, 6-ാമൻ വന്നു. എല്ലാവരും വന്നു. ഒരു ഉത്തരവാദിത്വമില്ലാതെ അനാവശ്യമായി വീട്ടിൽ കുത്തിയിരുന്ന് സമയത്തെ ചെലവഴിക്കുന്ന എല്ലാവരും വരുവാൻ ഇടയായി. 6 പേരും വന്നു. 6 പേരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ശമൂവേൽ ഇശായിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ എല്ലാ മക്കളെയും ഇവിടെ വിളിപ്പിച്ചുവോ?
നിങ്ങളുടെ മക്കൾ ഒരുവിനെ ദൈവം രാജാവാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരെയും വിളിപ്പിച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ ഇശ്ശായി എന്നു പേരുള്ള ആ പിതാവ് പറയുകയാണ്, ഏറ്റവും ഇളയവൻ ഒരാളുണ്ട്. ആരാണ്? ഇളയവൻ ഒരുവൻ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല? അവനൊരു ഇടയനാണ്, ആടുകളെ മേയ്ക്കുകയാണ്. അവൻ രാജാവായിട്ട് മാറുമോ? അവനെയൊക്കെ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്യുമോ? ഇങ്ങനെ അപ്പൻ ചിന്തിച്ചു. ദയവിച്ചത് ശ്രദ്ധിക്കൂ. സ്വന്തം പിതാവ് ദാവീദിലൊരു ആട്ടിടയനെയാണ് കണ്ടത്. എന്നാൽ സ്വർഗീയ പിതാവ് അതേ ആട്ടിടയനിൽ വലിയൊരു രാജാവിനെ കണ്ടു. ഞാൻ പ്രസംഗിക്കുന്നവനായ ദൈവം നിന്നിൽ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെയാണ് കാണുന്നത്. എൻ്റെ മകനൊരു ഇടയനാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളുടെ മകൻ ആട്ടിടയനാണ്, എന്നാൽ അവൻ എൻ്റെ കയ്യിൽ വീണിട്ട് വലിയൊരു രാജാവായിട്ട് മാറാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവം എന്താണ് ചെയ്യാനിടയായത്? ശമൂവേലിൽ കൂടി ദാവീദിനെ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്യപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് അഭിഷേകം ചെയ്തത്? ഇസ്രായേൽ രാജ്യം ഭരിക്കുന്ന രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. അപ്പോൾ അവന്റെ പ്രായമെത്ര? ഏകദേശം 16-17 വയസ്സായിരുന്നു. എന്തുകൊണ്ടാണ് ഇതെല്ലാം വീണ്ടും പറയുന്നതെന്ന് ചോദിച്ചാൽ, നിന്റെ മനസ്സിൽ പൂർണ്ണമായിട്ടും ദാവീദിന്റെ ജീവിതം മുദ്രകുത്തപ്പെടണം. ഒരു ആട്ടിടയനെ ദൈവം എങ്ങനെയാണോ വലിയൊരു രാജാവാക്കി മാറ്റിയത് എന്നറിയണം. ഈ രാജാവായി മാറ്റുന്നതായ പ്രക്രിയയിൽ എത്രയോ ശോധനകൾ കടന്നുവന്നു. നമ്മൾ അറിയണം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിന് ഉന്നതമായ പദ്ധതികൾ ഉണ്ട്. അവയെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തെ നേടിയെടുക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പരിശോധനകൾ എന്തൊക്കെയാണെന്നും നമ്മൾ എതിർക്കേണ്ടതായ ശക്തികൾ എന്തൊക്കെയാണെന്നും അവയെ എങ്ങനെ നേരിടണമെന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം വിശദമായി ഒന്നുകൂടി പറയുകയാണ്. ദാവീദ് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം രാജാവായിട്ട് ഭരണം നടത്തുന്നതിനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ പിശാച് നടത്തുവാനിടയായി. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ദൈവത്തിന് നിന്റെ ജീവിതത്തെക്കുറിച്ച് ഉന്നതമായ പദ്ധതികളുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് നീ എത്താതിരിക്കുവാൻ പിശാച് തടസ്സം നിൽക്കും. ദാവീദ് രാജാവായിട്ട് മാറണം. എന്നാൽ രാജാവാകുന്നതിന് തടസ്സമായി പിശാച് ശൗലിൽ കൂടി പ്രവർത്തിച്ചു. എത്ര കാലം പ്രവർത്തിച്ചെന്നറിയാമോ? 13 വർഷങ്ങളായി തടസ്സം നിന്നു. അതായത് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ജീവിതത്തിലുള്ളതായ ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ, അവന്റെ പദ്ധതികളൊക്കെ നിറവേറാതിരിപ്പാൻ പിശാച് സകല രീതിയിലും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. നീ അനുഗ്രഹിക്കപ്പെടുന്നത് അവനിഷ്ടമല്ല. അവനിഷ്ടപ്പെടുന്നില്ല നിനക്ക് സമൃദ്ധി ഉണ്ടാകുന്നത്. അവനിഷ്ടപ്പെടുന്നില്ല നീ ജീവിതത്തിൽ വിജയം നേടിയെടുക്കുന്നത്. അവനിഷ്ടമാകുന്നില്ല നിന്റെ ജീവിതത്തിൽ സ്ഥിരതയുണ്ടാകുന്നത്. അവനിഷ്ടമാകുന്നില്ല നീ വിചാരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നീ നേടിയെടുക്കുന്നത്. അതുകൊണ്ട് എന്തു ചെയ്യുമെന്നറിയാമോ? ആരെയെങ്കിലും ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് സകല രീതിയിലും പ്രവർത്തനങ്ങൾ ചെയ്യും. നിന്റെ ജീവിതത്തിൽ നിന്റെ ആഗ്രഹങ്ങൾ നിറവേറാതിരിക്കാനായി തടസ്സം നിൽക്കാൻ. ഇന്നൊരു പക്ഷേ നിന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നീ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്നാൽ അതിന് വിരോധമായി ആരെങ്കിലും ഒരാൾ തടസ്സം നിൽക്കുന്നുണ്ടാകാം. ഏതെങ്കിലും ഒരു ദുഷ്ടശക്തി എതിർത്തു നിൽക്കുന്നുണ്ടാകാം. അങ്ങനെ തടസ്സമുണ്ടാകുമ്പോൾ നിരാശപ്പെടരുത്. നീ വിചാരിക്കുന്നത് നേടിയെടുക്കുന്ന പ്രവൃത്തിയിൽ പിശാച് പല രീതിയിലുള്ള തടസ്സങ്ങൾ കൊണ്ടുവരും, പ്രതിസന്ധികൾ കൊണ്ടുവരും, കഷ്ടതകളും ബുദ്ധിമുട്ടുകളുമൊക്കെ വരുത്തിവെക്കും. അവയെ കണ്ടുകൊണ്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. വേദപുസ്തകത്തിൽ പറയുന്നു, പിശാചിനോട് നിങ്ങൾ എതിർത്തു നിൽപ്പീൻ, അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നീ നിന്റെ പ്രാർത്ഥനയിൽ കൂടി പിശാചിനെ എതിർക്കുക. നിന്റെ പ്രാർത്ഥനാ ശക്തി കൊണ്ട് മതിയാകുന്നില്ല എങ്കിൽ സഭയായിട്ട് നമ്മൾ കൂടി വരുന്ന സമയത്ത് 2-3 പേർ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുക. ഇന്ന പ്രശ്നത്താൽ ഭാരപ്പെടുകയാണ്, പിശാച് തടസ്സം നിൽക്കുകയാണ്, ദയവ് ചെയ്ത് ഇന്ന വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുക. നിങ്ങൾ ഒരുമിച്ച് ഭൂമിയിൽ എന്താണോ ബന്ധിക്കുന്നത് അതിനെ കർത്താവ് എന്തു ചെയ്യും? സ്വർഗത്തിലും ബന്ധിക്കുവാനിടയാകും. അതുകൊണ്ട് സഭയെ നിങ്ങൾ തക്ക സമയത്ത് തന്നെ ആരാധനയ്ക്ക് കടന്നു വരിക. എന്തുകൊണ്ടെന്നാൽ ആരാധന കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാണ്. 2 പേർ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ വലിയ ശക്തി ഇറങ്ങി വരും. പിശാചിന്റെ തന്ത്രങ്ങളെയെല്ലാം അത് തകർത്തു കളയുവാനിടയാകും. അതുകൊണ്ട് സഭയായി കൂടി വന്ന് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ താമസിച്ച് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ സമയം ലഭിക്കുകയില്ല. വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ കാണുവാനായിട്ട് കഴിയുകയില്ല. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവം നൽകുന്നതായ വിടുതലുകൾ പ്രാപിക്കുവാൻ കഴിയുകയില്ല. പകുതി സമയത്ത് കടന്നുവന്ന് കുറച്ച് സന്ദേശം കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേടുവാൻ കഴിയുന്നത്? അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ കൃത്യസമയത്ത് തന്നെ നിങ്ങളുടെ സഭയിലെ ആരാധനയിലേക്ക് കടന്നു പോകണം. അതുകൊണ്ട് സമ്പൂർണമായ ദൈവത്തിന്റെ വിടുതലും അനുഗ്രഹവും നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയും. 13 വർഷം പിശാച് ശൗലിൽ കൂടി ദാവീദ് രാജാവാകുന്നതിന് തടസ്സമായി പല തന്ത്രങ്ങളും മെനഞ്ഞെടുക്കാനിടയായി. അവസാനം ശൗൽ സ്വയം മരിക്കുവാനിടയായി. അവൻ മരണപ്പെടാനിടയായി. ദാവീദിനെ കൊല്ലുവാൻ വിചാരിച്ചവൻ ഒരു രക്ഷയുമില്ലാതെ സ്വയം മരിക്കുവാനിടയായി.
നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ശൗൽ മരിച്ച അപ്പോൾ തന്നെ വാർത്ത ലഭിക്കുകയാണ് ദാവീദിന് ശൗൽ മരിച്ചുപോയി എന്നത്. തൽഫലമായി ദാവീദ് ദൈവത്തോട് അപേക്ഷിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ദൈവം ദാവീദിനോട് പറയുകയാണ്, യഹൂദാ രാജ്യത്തിലേക്ക് പോവുക. യഹൂദയിൽ എവിടേക്കാണ് പോകേണ്ടത്? ഹെബ്രോൻ എന്ന പട്ടണത്തിലേക്ക് പോവുക. എപ്പോഴാണോ തൻ്റെ ജീവിതത്തിൽ താൻ വിചാരിച്ചത് സാധിക്കാൻ പോകുന്നത്, ആ സമയത്ത് അവൻ എങ്ങനെയാണ് തുടങ്ങിയത്? പ്രാർത്ഥന കൊണ്ട് തുടങ്ങി. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണോ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങൾ സാധിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് സ്ഥാപിക്കുന്നതിന് മുൻപ്, സാധിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ തുടങ്ങുക. പ്രാർത്ഥന കൂടാതെ നീ എന്തുതന്നെ ചെയ്താലും, ദൈവത്തെ കൂടാതെ എന്തുതന്നെ ചെയ്താലും അത് പാതി വഴിയിൽ നിന്നുപോകും. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ ബാബേൽ ഗോപുരത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അന്നുണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുക്കാനിടയായി. എന്താണത്? ആകാശം മുട്ടുമാറ് വലിയൊരു ഗോപുരം നമുക്ക് ഉണ്ടാക്കാം, വരിക എന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് ഒരു ഗോപുരം പണിയുവാൻ ആരംഭിച്ചു. ചോദിക്കട്ടെ, അവരുടെ ആ പണിയിൽ ദൈവത്തിൻ്റെ സഹായമുണ്ടായിരുന്നോ? അതിൻ്റെ പണി ആരംഭിച്ചപ്പോൾ ദൈവത്തോട് ചോദിച്ചുവോ? ദൈവത്തിൻ്റെ സഹായം ചോദിച്ചുവോ? ദൈവത്തിൻ്റെ ഇഷ്ടമെന്തെന്ന് നോക്കിയോ? ദൈവത്തോടവർ പ്രാർത്ഥിച്ചുവോ? ഇല്ലേ, ഇല്ല. തങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ പേരിനു വേണ്ടി, എന്തോ നേടിയെടുക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് ഒരു ഗോപുരം പണിയാൻ ആരംഭിച്ചു. ദൈവം അത് നോക്കി. എൻ്റെ അനുവാദം കൂടാതെ, എൻ്റെ സഹായം കൂടാതെ ഇവർ എന്തു ചെയ്യുമെന്നൊന്ന് കാണട്ടെ. പാതിവരെയും പണിതു. അതിനുശേഷം ദൈവം എന്തു ചെയ്തെന്നറിയാമോ? അവരുടെ ഭാഷയെ കലക്കിക്കളയാനിടയായി. ദൈവം അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞതിന് ശേഷം ഒരാൾ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം തകിടം മറിഞ്ഞു പോയതായ അവസ്ഥയാണ്. ആ ഗോപുരത്തിന് പണി എന്താണ് സംഭവിച്ചത്? അത് പാതിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെട്ടു. സഹോദരാ, സഹോദരി, ദൈവത്തിന്റെ അനുവാദം കൂടാതെ, ദൈവത്തോട് അപേക്ഷിക്കാതെ നമ്മൾ എന്തു ചെയ്യാൻ ആരംഭിച്ചാലും പാതിയിൽ വെച്ചത് നിന്നുപോകും. പലരും ഇടയ്ക്ക് വന്ന് പറയാറുണ്ട്, ദേവദാസ, ഞാനൊരു വീട് പണിയുവാനായിട്ട് ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം വെസ്റ്റിംഗ് അവേഴ്സിൽ ഒരു കുടുംബം വന്ന് പറയുകയാണ്, 14 വർഷമായിട്ട് പണി നടക്കുകയാണ്. എന്താണ് വീടിന്റെ പണി? 2 മുറികളുള്ള വീടിന്റെ പണി എത്ര കാലമായിട്ടാണ്? 14 വർഷമായിട്ട് പണി നടക്കുകയാണ്. എന്തുകൊണ്ട് പൂർത്തിയാകുന്നില്ല? ദൈവത്തിന്റെ സഹായം ചോദിക്കാതെ, ദൈവത്തിന്റെ ഉപദേശം കേൾക്കാതെ, ദൈവത്തോട് പ്രാർത്ഥിക്കാതെ, അവന്റെ സഹായത്തോടുകൂടി പണി ആരംഭിക്കുന്നില്ല എങ്കിൽ നിന്റെ പണി പൂർത്തിയാകില്ല. ഏതെങ്കിലും പണി ചെയ്യുവാൻ ആരംഭിക്കുകയാണോ എങ്കിൽ ചോദിക്കട്ടെ, ആരുടെ അനുവാദത്തോടെയാണ് ആരംഭിച്ചത്? ആരുടെ ഉപദേശം കേട്ടാണ് ആരംഭിക്കുന്നത്? ആരുടെ പ്രോത്സാഹനം കൊണ്ടാണ് ആരംഭിച്ചത്? ഇവനെന്താണ് പറയുന്നത്? എന്റെ സ്നേഹിതന്റെ പ്രോത്സാഹനം കൊണ്ടെന്ന്, എന്റെ ബന്ധുവിന്റെ പ്രോത്സാഹനം കൊണ്ട്, എന്റെ പാർട്ട്ണറിന്റെ പ്രോത്സാഹനം കൊണ്ട് ആ പണി ആരംഭിച്ചു എന്ന് പറയുന്നു. എങ്കിൽ അത് പാതിയിൽ വെച്ച് നിന്നുപോകും. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ സഹായം കൂടാതെ നീ എന്തു ചെയ്യാൻ ആരംഭിച്ചാലും അത് പൂർത്തിയാവുക എന്നത് സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ നിന്റെ വ്യാപാരം പാതിയിൽ വെച്ച് നിന്നുപോയത്. അതുകൊണ്ടാണല്ലോ നിന്റെ ജോലി പാതിയിൽ വെച്ച് നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണല്ലോ നിന്റെ വീടിന്റെ പണി പാതിയിൽ വെച്ച് നിന്നുപോയത്. അതുകൊണ്ടാണല്ലോ നിന്റെ വിദേശയാത്ര പാതിയിൽ വെച്ച് നിന്നുപോയത്. അതുകൊണ്ടാണ് നിന്റെ വിവാഹകാര്യം പാതിയിൽ വെച്ച് നിന്നുപോയത്. ഈ ദിവസം നിന്റെ ജീവിതത്തിൽ ചില പണികൾ ചെയ്യാൻ ആരംഭിച്ചു, എന്നാൽ പൂർത്തിയായില്ല, നിന്നുപോയി. കാരണം നീ ദൈവത്തിന്റെ സഹായം കൂടാതെയാണ് അത് ആരംഭിച്ചത്. അതുകൊണ്ടത് പൂർത്തിയാകുന്നില്ല. പ്രിയമുള്ള ദൈവമക്കളെ, എല്ലാ ദിവസവും ദൈവത്തോടൊപ്പം ആരംഭിക്കുക. എല്ലാ പണിയും ദൈവത്തോടൊപ്പം ആരംഭിക്കുക. സകല ശ്രമവും സകല യാത്രകളും ദൈവത്തോടൊപ്പം ആരംഭിക്കുക. അപ്പോൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന സകല പ്രവൃത്തികളെയും, യാത്രയെയും, പരിശ്രമത്തെയും, ശുശ്രൂഷയെയും എന്റെ കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹ വിഷയമാക്കി മാറ്റും. ദൈവത്തിന്റെ സഹായം കൂടാതെ, ദൈവത്തിന്റെ ആലോചന കൂടാതെ നിന്റെ ജീവിതത്തിൽ നീ എന്തു ആരംഭിച്ചാലും അത് പാതിയിൽ വെച്ച് നിന്നുപോകാനിടയാകും. ബാബേൽ ഗോപുരത്തിന്റെ പണി ഇടയ്ക്ക് വെച്ച് നിന്നുപോകാനിടയായി. എന്നാൽ ദാവീദ് താൻ ഭരണം ആരംഭിക്കുന്ന സമയത്ത് ആ ഭരണം പാതിയിൽ വെച്ച് നിന്നുപോകുവാൻ അവൻ ആഗ്രഹിച്ചില്ല. അത് പൂർത്തിയാകണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് അത് ആരോടൊപ്പമാണ് ആരംഭിക്കുന്നത്? പറയുക. ദൈവത്തോടു കൂടെ ആരംഭിച്ചു, പ്രാർത്ഥനയോടുകൂടെ ആരംഭിച്ചു, കർത്താവിനൊപ്പം ആരംഭിച്ചു. ഫലമായി ദൈവം അവന് ഡയറക്ഷൻ കൊടുക്കുകയാണ്. യഹൂദാ രാജ്യത്തിന്റെ മേൽ ആദ്യം നിന്റെ ഭരണം ആരംഭിക്കുക. ഹെബ്രോനിലേക്ക് പോവുക. ഹെബ്രോൻ ക്യാപിറ്റൽ സിറ്റിയാക്കി മാറ്റുക. ദൈവം പറഞ്ഞതുപോലെ തന്നെ ദാവീദ് ഒന്നാമത് യഹൂദ പട്ടണത്തിന്റെ മേൽ തന്റെ ഭരണം ആരംഭിച്ചു. ഹെബ്രോൻ പട്ടണത്തെ തന്റെ രാജ്യത്തിന്റെ ക്യാപിറ്റൽ പട്ടണമായിട്ട് താൻ സ്ഥാപിക്കാനിടയായി. ശ്രദ്ധിച്ചു കേൾക്കുക. അവൻ രാജാവായോ ഇല്ലയോ? രാജാവായി. ഇപ്പോൾ പിശാച് സാധാരണമായിട്ട് എന്താണ് ചെയ്യുന്നത്? നീ എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് തടസ്സം നിൽക്കും. നിനക്ക് ജോലി ലഭിക്കാതിരിക്കാൻ നോക്കും. നിന്റെ വിവാഹം നടക്കാതിരിക്കാൻ നോക്കും. നിനക്ക് കുട്ടികൾ ജനിക്കാതിരിക്കുവാനായി നോക്കും. നിന്റെ വ്യാപാരം മുൻപോട്ട് പോകാതിരിക്കുവാനായി നോക്കും. എന്നാൽ നീ പ്രാർത്ഥനയോടുകൂടി, ദൈവത്തിന്റെ സഹായത്തോടുകൂടി
നീ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ, നിനക്ക് ജോലി ലഭിക്കുമ്പോൾ, നിനക്ക് വിവാഹം നടക്കുമ്പോൾ, നിന്റെ കഷ്ടതകൾ മാറിപ്പോകുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർന്നു പോകുമ്പോൾ, നിനക്ക് ഉദരഫലം ലഭിക്കുമ്പോൾ, അതിനുശേഷം പിശാച് എന്തു ചെയ്യുമെന്നറിയാമോ? നിനക്കെന്താണോ നേടിയത് അത് നീ അനുഭവിക്കാതിരിക്കാനായി ശ്രമിക്കും. അത് നീ ആനന്ദിക്കാതിരിക്കാൻ നോക്കും, ആസ്വദിക്കാതിരിക്കാൻ നോക്കും. അതാണ് പിശാചിന്റെ സ്വഭാവം. ഇപ്പോൾ ദാവീദ് രാജാവായി. എന്നാൽ ദാവീദ് രാജാവായിരിക്കേണ്ടത് കേവലം യഹൂദ ഗോത്രത്തിനു വേണ്ടി മാത്രമല്ല, പിന്നെ ഏതിനു വേണ്ടിയാണ്? ഇസ്രായേൽ രാജ്യത്തിന് രാജാവാകേണ്ടവനാണ്. എന്നാൽ പിശാച് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അതിനു മുമ്പ് രാജാവാകുന്നതിന് തടസ്സമായിട്ട് ശൗലിൽ കൂടി അനേകം തടസ്സങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ യഹൂദയ്ക്ക് രാജാവായിരിക്കുമ്പോൾ തീർച്ചയായും ഇസ്രായേലിന്റെ രാജാവായിട്ടും ഇവൻ തന്നെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് പിശാച് മറ്റൊരുവനെ കൊണ്ടുവരികയാണ്. ആ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അവൻ അവസരവാദി. അവൻ ആരാണ്? അവസരവാദി. അവന്റെ പേരെന്താണ്? അബ്നേർ. ഈ അബ്നേർ ആരാണെന്ന് ചോദിച്ചാൽ ശൗലിന്റെ സൈന്യാധിപനാണ്. ശൗൽ 40 സംവത്സരക്കാലം ഭരണം നടത്തി. ശൗലിന്റെ ഭരണം നടക്കുമ്പോൾ ശൗലിന്റെ സൈന്യത്തിന്റെ അധിപതിയായിട്ട് അബ്നേർ എന്നു പേരുള്ള ഒരുവൻ ഉണ്ടായിരുന്നു. അവനൊരു പ്രയോജനമില്ലാത്തവനാണെന്നും അവനൊരു ദുഷ്ടനാണെന്നുമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. ഒരുപക്ഷെ ദാവീദ് ഇസ്രായേലിന്റെ മുഴുവനും രാജാവായിട്ട് മാറിയാൽ, ശൗൽ മരിച്ചതുകൊണ്ട് ദാവീദ് തന്നെയാണ് രാജാവാകേണ്ടിയിരിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ഇസ്രായേലിന് മുഴുവൻ ദാവീദ് രാജാവായിട്ട് മാറുകയാണെങ്കിൽ അബ്നേറിനുള്ള ഭയം എന്താണെന്ന് വെച്ചാൽ, എന്നെ സൈന്യാധിപന്റെ സ്ഥാനത്ത് നിന്ന് എടുത്തുമാറ്റും, എന്റെ ജോലി നഷ്ടമാകും. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദാവീദിനെ തടസ്സപ്പെടുത്താനിടയാകണം. അവൻ രാജാവാകാൻ പാടില്ല. അതുകൊണ്ട് എന്തു ചെയ്തു? ദാവീദ് ഇസ്രായേൽ രാജ്യത്തിന്റെ രാജാവാകാതിരിക്കാൻ, 11 ഗോത്രങ്ങളെയും ഭരിക്കാതെ ഇരിക്കുവാൻ അവൻ പെട്ടെന്ന് ചെന്ന് ശൗലിന്റെ മകനായിരുന്ന ഇഷ്ബോശേത്ത് എന്നു പേരുള്ള വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവന്ന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. വാസ്തവത്തിൽ ഇപ്പോൾ സിംഹാസനത്തിൽ രാജാവായിരിക്കേണ്ടവൻ ആരാണ്? ദാവീദ്. എന്നാൽ ഇപ്പോൾ രാജാവായിട്ടിരുന്നു കൊണ്ട് രാജ്യത്തെ മുഴുവനും ഭരണം നടത്തേണ്ടതായ സമയത്ത് പിശാച് അവന്റെ തന്ത്രം മെനഞ്ഞുകൊണ്ടുവരികയാണ്. അവൻ രാജസിംഹാസനത്തിൽ ഇരിക്കാതെ, രാജാവെന്ന രീതിയിൽ താൻ ആഗ്രഹിച്ചത് നടക്കാതെ, രാജാവായിരുന്ന താൻ ജനത്തെ ഭരിക്കാതിരിപ്പാൻ ഇപ്പോൾ പിശാച് അബ്നേറിനെ മുൻപോട്ട് കൊണ്ടുവരികയാണ്. അവസരവാദിയായവൻ തന്റെ സ്വാർത്ഥതയ്ക്കു വേണ്ടി എന്തും ചെയ്യുവാൻ മനസ്സുള്ള ഒരുവിനെ കൊണ്ടുവന്നു. അതാണ് പറയുന്നത്, നിനക്ക് ജോലി കിട്ടിയതിനു ശേഷം ആ ജോലിയിൽ സ്വസ്ഥത അനുഭവിക്കാതിരിക്കാനായി തടസ്സം കൊണ്ടുവരും. നിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനു ശേഷം നിന്റെ ജീവിതത്തിലെ സന്തോഷത്തെ എടുത്തുകളയാൻ നോക്കും. ഉദരഫലത്തെ കിട്ടിയതിനു ശേഷം ആ കുഞ്ഞിനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് നിന്റെ ജീവിതത്തിലെ സ്വസ്ഥത കെടുത്താൻ നോക്കും. വിവാഹത്തിനു വേണ്ടി ആഗ്രഹിച്ചു, വിവാഹം നടന്നു. വിവാഹം നടന്നതിനു ശേഷം ആ വിവാഹത്തിൽ ശാന്തിയും സമാധാനവും അനുഭവിക്കുവാൻ കഴിയാതെ പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊണ്ടുവരും. ഇങ്ങനെ എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഇതെല്ലാം പിശാചിന്റെ തന്ത്രമാണ്. നീ സന്തോഷിക്കുന്നത് പിശാചിനെ സഹിക്കുകയില്ല. നിന്റെ ജീവിതത്തിൽ ആശ്ചര്യകാര്യങ്ങൾ ദൈവം ചെയ്ത് നീ അത് അനുഭവിക്കുന്നത് അവൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിക്കളയുവാനായി അവൻ നോക്കും. ദയവിച്ചത് ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുവാനായി നോക്കുകയല്ല, നിങ്ങളുടെ ജീവിതത്തെ വചനപ്രകാരം ഭദ്രമാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ പിശാച് നീ പ്രാപിച്ചെടുത്തിനെ അനുഭവിക്കാൻ നോക്കാതെ പരിശ്രമിക്കുമ്പോൾ, അനേകം ആളുകളെ കൊണ്ടുവന്ന് നിന്റെ ജീവിതത്തിലെ സമാധാനം കെടുത്തുവാൻ നോക്കുമ്പോൾ നീ നിരാശപ്പെടരുത്, നീ ഭാരപ്പെടരുത്. തടസ്സങ്ങളെ കണ്ടുകൊണ്ട്, നിരാശകളെ കണ്ടുകൊണ്ട്, കുറ്റപ്പെടുത്തുകൾ കേട്ട് തളർന്നു പോകുവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിലുള്ള പിശാചിനേക്കാൾ നിന്നിലുള്ള ദൈവം വലിയവനാണ് എന്നുള്ളതായ സത്യം നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യേശു കർത്താവ് ക്രൂശിൽ വെച്ച് പിശാചിന്റെ തലയെ തകർത്തുകളഞ്ഞു. നിങ്ങൾക്ക് അറിയാമല്ലോ, ചില സമയത്ത് പാമ്പുകളെ കൊല്ലുമ്പോൾ നിങ്ങൾ എവിടെയാണ് അടിക്കുന്നത്? അതിന്റെ തലയ്ക്കടിക്കും. പാമ്പിനെ കൊല്ലണമെങ്കിൽ എങ്ങനെ അടിക്കണം? അതിന്റെ തലയ്ക്കടിക്കണം. അങ്ങനെ തലയ്ക്കടിച്ച് തല തകർത്തു കളഞ്ഞാലും ശരി, അത് വാലനക്കിക്കൊണ്ടേയിരിക്കും. കണ്ടില്ലേ? വാലനക്കിക്കൊണ്ടേയിരിക്കും. ഈ കാലത്ത് പിശാച് എന്താണ് ചെയ്യുന്നത്? അവന്റെ വാലനക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ഭയപ്പെടേണ്ട കാര്യം ഇല്ല. നിന്റെ ജീവിതത്തിൽ തൽക്കാലത്തേക്ക് പിശാചിന് ജയിച്ചെന്നൊരു തോന്നലുണ്ടായേക്കാം. എന്നാൽ പൂർണ്ണമായ ജയം നിന്റെ ദൈവത്തിന് മാത്രമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നിന്നിൽ വസിക്കുന്ന ദൈവത്തെ ഒരിക്കലും പിശാചിന് നേരിട്ട് ജയിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നാം നമ്മുടെ ജീവിതത്തിൽ പിശാചിന് അവസരം കൊടുക്കുകയാണെങ്കിൽ, നാം ആയിട്ട് ഏതെങ്കിലും ഒരു പാപത്തിൽ കൂടി, ഏതെങ്കിലും ഒരു ദുശീലത്തിൽ കൂടി, ഏതെങ്കിലും ഒരു തെറ്റായ കാര്യം ചെയ്യുന്നതിൽ കൂടി പിശാചിന് നമ്മൾ അവസരം കൊടുക്കുകയാണെങ്കിൽ അവൻ എന്താണ് ചെയ്യുന്നത്? അവനതിൽ കൂടി പൂർണ്ണമായിട്ടും നമ്മെ കീഴ്പ്പെടുത്തുവാനായിട്ട് ശ്രമം നടത്തും. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ ശ്രേഷ്ഠമായ സന്ദേശത്തിൽ കൂടി ഞങ്ങളെ
ദർശിച്ച് ഞങ്ങളെ ബലപ്പെടുത്തിയതോർത്ത് അങ്ങയെ സ്തുതിക്കുകയാണ്. വിതയ്ക്കപ്പെട്ട ഈ വചനത്തെ ഫലിപ്പിക്കണമേ. അപ്പൻ മകനിൽ ഒരു ആട്ടിടയനെ കണ്ടു, എന്നാൽ അതേ മകനിൽ ദൈവം ഒരു വലിയ രാജാവിനെയാണ് കണ്ടത്. ഇന്ന് ഞങ്ങളുടെ ജീവിതം ഏത് നിലയിൽ ആണെങ്കിലും നീ ഏത് രീതിയിലാണ് ഞങ്ങളെ കാണുന്നത്, ഞങ്ങളുടെ കുടുംബത്തെ കാണുന്നത്, ഞങ്ങളുടെ മക്കളെ കാണുന്നത്, കർത്താവെ, അതെല്ലാം ഗ്രഹിച്ച് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ആത്മീയത ഞങ്ങൾക്ക് തരണമേ. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നിന്നോട് ചേർന്ന് നിൽക്കണം. നിന്നെ വിട്ടകന്നു പോയാൽ ഞങ്ങളുടെ ജീവിതം നശിച്ചു പോകുവാനിടയാകും. ഏത് പണി ചെയ്താലും നിന്നോടൊപ്പം അത് ആരംഭിക്കണം. നീയില്ലാത്തതായ ശുശ്രൂഷ, നീയില്ലാത്തതായ പണി അത് പാതിയിൽ വെച്ച് നിന്നു പോകാനിടയാകും. അതുകൊണ്ട് കർത്താവ്, നീ ഞങ്ങളോടൊപ്പം വരണം, നിന്റെ സാന്നിധ്യം വരണം. ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. കർത്താവേ, അബ്നേറിനെ പോലെയുള്ള അവസരവാദികൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയുണ്ട്. അവരുടെ മുൻപിൽ ഞങ്ങൾ കീഴ്പ്പെട്ടു പോകാതിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കാതിരിക്കാൻ നീ സഹായിക്കണമേ. അവരിൽ നിന്ന് വിടുവിക്കണമേ. എന്താണോ ഞങ്ങൾക്ക് നീ നൽകാൻ ആഗ്രഹിക്കുന്നത് അത് സാധിക്കുന്നതുവരെയും അത് നൽകുന്നതുവരെയും കർത്താവെ, നീ ഞങ്ങളെ ആരെയും ഉപേക്ഷിച്ച് കളയരുതേ. ഞങ്ങളോട് കൂടെയിരിക്കണമേ എന്ന് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address: Calvary, Post Box number 30, Kukatpalli, Hyderabad 72.